നമസ്കാരം. മാമാങ്കം ടീമിൽ നിങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഈ സിനിമയെ പറ്റി കേൾക്കാനായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങളോട് ചോദിച്ച് പറയാൻ ഇങ്ങനെ ഒരു ചാൻസ് തന്നെ മാമാങ്കം ടീമിൻ്റെ സന്തോഷവും പിന്നെ മാമാങ്കം റിലീസായിട്ട് ഇന്ന് ഏഴാമത്തെ ദിവസമാണ്. സിനിമ വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രേക്ഷകരെല്ലാം വളരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആ ഒരു സിറ്റുവേഷനാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഒന്നിച്ചേർന്നിരിക്കുന്നത്. ഇനിയും തുടർന്ന് അങ്ങോട്ടും എല്ലാവരുടെയും ഈ മീഡിയയുടെ സപ്പോർട്ടാണ് നമുക്ക് ഇതുവരെ ഏറ്റവും നിർണായകമായിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ആ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടും തുടർന്നും നമുക്ക് മീഡിയയുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മീഡിയയുടെയും പ്രേക്ഷകരുടെയും സപ്പോർട്ടോടുകൂടി ഇനിയും മാമാങ്കം വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രൊഡ്യൂസറിനൊരു ചോദ്യം ആദ്യമായിട്ട് ചോദിക്കുകയാണ്. സിനിമ ഒരു ഡീഗ്രേഡ് നടക്കുന്നതെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലൊക്കെ സാർ പറഞ്ഞിരുന്നു. അപ്പോൾ ഡീഗ്രേഡ് നടക്കുന്നു എന്ന് പറയുന്നെങ്കിൽ പോലും പ്രേക്ഷകർക്ക് സാധാരണ കോമൺ പീപ്പിളിൻ്റെ ഇടയിൽ, സാധാരണ സിനിമ പ്രേക്ഷകരുടെ ഇടയിലും ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നുണ്ട്. കാരണം ഒരു മോശം നേരത്തെ ഒരു സംവിധായകനെ മാറ്റിയെന്ന് പറഞ്ഞിട്ട് സാധാരണക്കാർക്ക് അത് വ്യക്തത കുറവുണ്ട്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്, സിനിമയ്ക്ക് പിന്നിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് വ്യക്തത കുറവുണ്ട്. അതൊന്ന് ക്ലിയർ ആയിട്ട് അറിഞ്ഞിട്ടുള്ളത്. ഈ സിനിമ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നത്. റിലീസ് ചെയ്ത ഡിസംബർ 12 ഈവനിങ് വരെ, അതായത് സെക്കൻഡ് ഷോ വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അതായത് ഒരു മെഗാ ഹിറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ 13-ാം തീയതി രാവിലെ തുടങ്ങിയായിരുന്നു ഈ ഡീഗ്രേഡിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി നടന്നത്. അതിനുവേണ്ടി ഇതുവരെയും ഇതിനു മുന്നുള്ള പല സിനിമകളിലും ഡീഗ്രേഡിങ് നടന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് വന്നു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പുതിയ ടൈപ്പ് പല കാര്യങ്ങളും ഉപയോഗിച്ച്, അതിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിലെ ചെറിയ ചെറിയ പോർഷൻസ് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്ത് വേറെ പല സിനിമകളുടെ ഭാഗങ്ങളായിട്ട് എഡിറ്റ് ചെയ്യുക, മ്യൂസിക് ചേർക്കുക, ഡയലോഗ് ചേർക്കുക, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് FB കൂടി ഇപ്പോൾ FBയിലോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെന്നൈ ഹൈക്കോടതിയിൽ നമ്മൾ ഓർഡർ ഇട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ടീം, ഒരു 27 അംഗ ടീം വെച്ച് കഴിഞ്ഞിട്ട് നമ്മളത് ഈസി ആയിട്ട്, അതായത് മിനിറ്റുകൾക്കുള്ളിൽ നമ്മളത് മാറ്റിയത്. ഏകദേശം 13th ഈവനിങ് വരുമ്പോൾ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1300 ഇതേപോലത്തുള്ള ബീറ്റുകൾ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വാട്സപ്പിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം വാട്സപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് ഇവർ ഇത്രയധികം ഇതിന് ഡീഗ്രേഡിങ് ചെയ്തത്. അതും സിനിമക്ക് ഇപ്പം നിങ്ങൾ ചോദിച്ച പോലെ ഇതിന് മുന്നേ സംഭവിച്ച കാര്യങ്ങൾ ഇതായിട്ട് ബന്ധമുണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ഒക്കെ ബന്ധങ്ങൾ വരാം. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇതിന് മുന്നേ പല സിനിമകൾക്കും ഇതേ സെയിം കാര്യം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതിലൊരു ഡയറക്ടർ മാറ്റുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, എങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇതെങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കണം. അതും വലിയ സിനിമകൾ വരുമ്പോൾ മാത്രമാണ് ഇതേപോലെ ഒരു ആഘോഷമായിട്ട് ഡീഗ്രേഡിംഗ് എന്ന് പറയുന്ന പരിപാടി നടക്കുന്നത്. ചെറിയ സിനിമകൾ സാധാരണ ഇങ്ങനത്തെ മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഇത് ഒരു നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ എത്ര ഡീഗ്രേഡിങ് ഉണ്ടെങ്കിലും സിനിമ ജനങ്ങൾ കാണും, അത് വിജയിക്കുക എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മാമാങ്കം എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴും ഇപ്പം ഇന്ന് 7ാമത്തെ ദിവസമാണ്, ഇന്നും അത് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമേ ഈ ഡീഗ്രേഡിങ് സ്റ്റാർട്ട് ചെയ്ത 1-2 ദിവസങ്ങളിൽ ചെറുതായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കണതിൻ്റെ അപ്പുറത്തുള്ള ഒരു ഡീഗ്രേഡിംഗ് ആണ് നടന്നത്. അതും ഒരു പ്ലാൻഡ് ആയിരുന്നു. അതിന് നമ്മൾ ഇന്നലെയൊക്കെ പ്രസ് മീറ്റിങ്ങിലൊക്കെ നമ്മളത് വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം 21-ാം തീയതി ശരിക്കും ഞങ്ങൾ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് നമ്മളതിനെ 12th പോസ്റ്റ്പോൺ ചെയ്തിരുന്നു. പക്ഷേ അന്ന് 21-ാം തീയതി വൈകുന്നേരം ഇഷ്ടംപോലെ ട്രോളുകൾ വന്നിരുന്നു ഈ മാമാങ്കം സിനിമയെ പറ്റി. അതായത് സിനിമ വളരെ സ്ലോ ആണ്, ഉറക്കം വന്നു പോകണം, അങ്ങനെ കുറേ ഇത് ചെയ്തിരുന്നു. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയോ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ആരോ ഇതിൻ്റെ ബാക്കിൽ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അവരിത് ആരെയെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ചെയ്യണ വ്യക്തികൾ ഇത് അറിഞ്ഞിരുന്നില്ല, ഈ സിനിമയുടെ ഡേറ്റ് മാറ്റിയായിരുന്നു അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു. അവർ എഴുതി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം അവർ റിലീസ് ചെയ്തു കുറേ ആൾക്കാർ സിനിമയെ പറ്റി. അത് കഴിഞ്ഞിട്ട് 3 ആഴ്ച കഴിഞ്ഞിട്ട് റിലീസായ സിനിമയെ പറ്റിയാണ് 21-ാം തീയതി വന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇതൊരു വലിയൊരു പ്ലാൻഡ് സംഗതിയായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഇത്തരം പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ വശങ്ങളും നോക്കിയിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. 21-ാം തീയതി വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അസത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മുൻകരുതൽ എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വെറും ഒരു 800 അല്ലെങ്കിൽ 900 സ്ക്രീനുകളിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു സിനിമയായിരുന്നു. അന്നത് വന്നുകൊണ്ടാണ് ഞാൻ അതിനുശേഷം 3 ആഴ്ച അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലോകത്ത് ഉക്രൈൻ പോലത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോലും ചിലപ്പോൾ 100 പേരൊക്കെയാണ് സിനിമ ഉണ്ടാക്കുന്നത്. അവിടെ പോലും ഞാൻ ഈ സിനിമയിൽ എത്തിച്ചെന്നത് ഈ 2000 സ്ക്രീനുകളിൽ എത്തിച്ചെന്നത് ഈ ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. ഞാൻ മുടക്കിയ പൈസ എനിക്ക് തിരിച്ചു കിട്ടണം. അപ്പോൾ
ഇനി ഭാവിയിൽ ഈ മലയാളത്തിൽ വരാൻ പോകുന്ന വലിയ വലിയ ബഡ്ജറ്റ് സിനിമകൾക്ക് എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കും ഇങ്ങനെ വന്നത്. വലിയ വലിയ സിനിമകൾ വരണം, ഞാനും എന്തായാലും സിനിമ എടുക്കും. പക്ഷെ അതിന് ഇതേപോലത്തെ തയ്യാറെടുപ്പ് വേണം. ലോകത്ത് ചെറിയ സ്ഥലങ്ങളിൽ പോലും പോയി സിനിമ പ്രദർശിപ്പിക്കുവാനും അത് അങ്ങനെ ഇത് ഈ നമ്മൾ മുടക്കുമുതൽ അല്ലെങ്കിൽ ലാഭം അങ്ങനെ ഉണ്ടാക്കാനായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ മലയാളത്തിൽ ഒരു വലിയ സിനിമ ചെയ്യാൻ സാധിക്കുള്ളൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പറ്റം ജനങ്ങൾ, ചിലപ്പോൾ അത് 1000 ആയിരിക്കാം, 10,000 ആയിരിക്കാം, എവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഈ സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി. അതായത് ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ ഇതിൽ. സാധാരണ ജനങ്ങളിലോട്ടാണ് ഈ നമ്മൾ മുടക്കണം 50 കോടി 55 കോടി എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിക്കാൻ നമ്മൾ തെലുങ്ക് അല്ലെങ്കിൽ ഹിന്ദിയൊക്കെ വെക്കുന്നത് പറഞ്ഞാൽ വളരെ നിസ്സാരം. ഒരു സിനിമയുടെ ചിലപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10% ആണ് അവർ ശമ്പളമായിട്ട് മേടിക്കുന്നത്. വലിയ ഇതിലോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു 50% മേലെ അവരുടെ ശമ്പളം ആയിരിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 90% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ജനങ്ങളിലോട്ട് പൈസ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ബിസിനസ്സിനെ നശിപ്പിക്കാൻ വേണ്ടി എവിടെയോ ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അവരുടെ മോട്ടിവേഷൻ എന്താണ്, അവർക്ക് ഇതുകൊണ്ട് എന്താണ് കിട്ടുന്നത്, അവർക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഇതുകൊണ്ട് ഗെയിൻ ഉണ്ടാകുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇതിൽ നിന്ന് ഒരു പാഠം പഠിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലുതാണ്. നമുക്കതുകൊണ്ട് ബിസിനസ് നല്ല ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളതുണ്ട്, നല്ല നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്, നല്ല ആക്ടേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ നല്ല കഥകളുണ്ട്, അതിനുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാം ഉണ്ട്. പക്ഷേ ഇതേപോലെ പതുങ്ങി എവിടെയോ ഇരിക്കുന്ന ആൾക്കാർ ഇതിനെ നശിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കണം. അവരെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാം എന്നറിഞ്ഞു കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല ഇൻഡസ്ട്രി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ ആകെ ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പൈറസിന് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ചെന്നൈ ഹൈക്കോടതിയിൽ നിന്നാണ് അതിൻ്റെ ഓർഡർ എടുക്കുന്നത്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഏകദേശം ഒരു 1 മില്യൺ ഇന്ത്യൻ റുപ്പീസ് ചിലവ് വരും. അപ്പോൾ അത് ഒരു ചെറിയ സിനിമയാണെന്നുണ്ടെങ്കിൽ ആർക്കും അത് പോയിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മാമാങ്കം പോലത്തെ ഒരു വലിയ സിനിമ ആയി കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഇതേപോലെ ഈ പൈറസി കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ ആദ്യം തന്നെ റിലീസ് ആവുന്നതിന് 3 ദിവസം മുന്നേ നമുക്ക് ചെന്നൈ ഹൈക്കോടതിയിൽ നമുക്ക് ഓർഡർ കിട്ടിയിരുന്നു. അപ്പോൾ ആ ഓർഡർ വെച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിൽ നിന്നുള്ള ഇത് റിമൂവ് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ ഒരു ഫുൾ സിനിമ ഏതെങ്കിലും തിയേറ്ററിൽ ഇതേപോലെ 2000 തിയേറ്ററിലൊക്കെ നമ്മൾ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് എത്രയോ രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ അതൊന്നും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രൊഫഷണൽ ക്യാമറ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റും, നല്ല സൗണ്ട് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അത് അപ്ലോഡ് ചെയ്യും. നമുക്ക് ഈ ചെന്നൈയിൽ ഓർഡർ വെച്ച് കഴിഞ്ഞിട്ട് ആകെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഈ ഏതെങ്കിലും ലിങ്കിൽ ആ സാധനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോഴും എനിക്കറിയാം ആഫ്രിക്കയിൽ എൻ്റെ ഇഷ്ടംപോലെ, ഞാൻ ആഫ്രിക്കയിൽ ബിസിനസ് ചെയ്യാനാണ്, ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ എൻ്റെ ക്ലയൻസ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇപ്പോഴും അത് ഡൗൺലോഡ് ചെയ്തിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആഫ്രിക്കയിൽ. അതേപോലെ തന്നെ മലേഷ്യയിലുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. അത് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു സാധ്യതയില്ല. അതിനുള്ള ടെക്നോളജിയും എല്ലാം ആയിക്കഴിഞ്ഞു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾ തിയേറ്ററിൽ പോയി കാണുന്നത് ദോഷം ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് ഇതിന്റെ മുന്നിലോട്ട്, നിയമത്തിന്റെ മുന്നിലോട്ട് കൊണ്ടുവരാൻ മാത്രം നമുക്ക് സാധിക്കുള്ളൂ. അത് നമ്മൾ ഒരു 90% നമ്മളത് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും ഇപ്പൊ ഇന്നും പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഞാൻ ഈ സിനിമയിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അതിന് ഉദാഹരണമാണ് ഇന്നലെ പല വെബ്സൈറ്റുകൾ, പല ട്വിറ്റർ അക്കൗണ്ടുകളൊക്കെ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കേരള പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും അധികം നമ്മളെ ദ്രോഹം ചെയ്തിട്ടുള്ള ആൾക്കാർ അവരെല്ലാം ഇന്നലെ ട്വിറ്റർ അക്കൗണ്ട് വിട്ടിട്ട് ഓടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കേരള ബോക്സ് ഓഫീസ് ഇങ്ങനത്തെ കുറെ ടീമുകളുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെല്ലാം ഫേക്കാണ്. ഞാനിപ്പോ പറയണേ എന്റെ പടം 60 കോടി കളക്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞ അതല്ല, നിങ്ങൾ ആകെ കളക്ട് ചെയ്താക്കണം 5 കോടി എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ 55 കോടി സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, ഞാൻ 55 കോടി സ്പെൻഡ് ചെയ്തെന്ന് പറയാൻ ശരിയാണ്. അപ്പൊ അതായത് ഒരു പ്രൊഡ്യൂസറെ നഷ്ടപ്പെട്ട് ഇവനാകെ ഇതായെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹമാണ്. അത് ഒരു സാഡിസ്റ്റ് മനോഭാവമാണ്. നമുക്ക് അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഞാൻ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോ കണ്ട ആളാണ്. അപ്പം അതിനു മുമ്പ് തന്നെ യഥാർത്ഥത്തില് വാട്സപ്പിലൊക്കെ ഒരുപാട് ഈ പറഞ്ഞ പോലെ ചിത്രത്തിന്റെ പല ക്ലിപ്സ് വരുന്നു, പടം പോരാ എന്നൊരു അഭിപ്രായം. അപ്പൊ ഓൾറെഡി ഞാൻ പടം കാണാൻ പോകുന്നത് തന്നെ പടം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാണാൻ പോകുന്നത്. അപ്പം ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു എക്സ്പെക്ടേഷനെ തകർത്തുകൊണ്ടാണോ ഈ വന്ന കുപ്രചരണങ്ങൾ? അല്ല, സിനിമ കാണാൻ ചെല്ലുന്ന സമയത്ത് നമ്മളെന്തായാലും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ. ഈ മൂവിയുടെ ട്രെയിലർ കണ്ടിട്ട്, ടീസർ കണ്ടു കഴിഞ്ഞിട്ട്, ഇതിന്റെ ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാം കാണുമ്പോൾ നമുക്ക് ആ സിനിമയെ പറ്റി ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. പിന്നെ ഇതിൽ അഭിനയിച്ചാക്കണ ആൾക്കാർ, ഇതിന്റെ ഡയറക്ടർ ആരാണ്, ഇതിൽ സ്പെൻഡ് ചെയ്താക്കണ ബഡ്ജറ്റ് എത്രയാണ്, ഇതെല്ലാം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ തിയേറ്ററിൽ മുന്നോട്ട് കയറുന്നതിന് മുന്നായിട്ട് ഒരു നെഗറ്റീവ് ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ പുറത്ത് പതുക്കനെ വലിക്കും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവരും അങ്ങനെ നെഗറ്റീവ് ന്യൂസ് പറയുന്ന ആൾക്കാരായിരിക്കില്ല. അത് ആ രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഈ 7ാം ദിവസവും ഈ പറയുന്ന ഇത്തരം സ്ഥലങ്ങളിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇല്ലെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ 3ാമത്തെ ദിവസം തിയേറ്ററിൽ നിന്ന് സിനിമ പോകേണ്ടിയിരുന്നല്ലോ.
അപ്പോൾ അതെന്നൊക്കെ പറയുകയാണെങ്കിൽ അതിന് ആയുസ് കുറവാണ് ഇങ്ങനത്തെ ന്യൂസുകൾക്ക്. ഈ ഫേക്ക് ന്യൂസുകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നെഗറ്റീവ് ന്യൂസുകൾ ആദ്യം ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അതിന് ആയുസ് വളരെ കുറവായിരിക്കും. അതാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലൊരു എന്താണ് നെഗറ്റീവ് മാർക്കറ്റിംഗ് ഇതിനു മുമ്പ് മലയാളികൾ കണ്ടത് ഒടിയനായിരുന്നു. അപ്പം ആ തരത്തിൽ തന്നെയാണ് അതിന്റെ ഒരു പ്രതികാരമാണ്, ഇതൊരു ഫാൻ ഫൈറ്റ് ആണ് എന്നൊരു ഡിസ്കഷൻ നടക്കുന്നത്. സാറ് തന്നെ ഇന്നലെ നടന്ന ഒരു ഇന്റർവ്യൂവിലും ഇതിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അർത്ഥത്തിൽ ഫാൻ ഫൈറ്റ് ഇതിനെ യഥാർത്ഥത്തിൽ നെഗറ്റീവായിട്ട് ബാധിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഫാൻ ഫൈറ്റ് ആണെന്ന് അറിയില്ല, എനിക്ക് സത്യം പറഞ്ഞിട്ട് അറിയില്ല. ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ഒരു പഠനം ഒരു ഗവേഷണം ഒന്നും നടത്തിയിട്ടില്ല എനിക്ക്. പക്ഷേ ഏതോ ശക്തികൾ എവിടെയോ ഇരുന്ന് കഴിഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. ഞാനൊരു ഇന്നലെ ഒരു എക്സാമ്പിൾ പറയാം. സാധാരണ നമ്മളൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ എന്നെ പോലുള്ള ഒരാൾക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 കമന്റ്സ് ഒക്കെയാണ്. അത് എൻ്റെ ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം സാറിന് എഴുതുന്നത്. ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ അതിലൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഞങ്ങളുടെ അന്നത്തെ വേൾഡ് വൈഡ് ടോട്ടൽ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ 23.7 crore ആയിരുന്നു കളക്ഷൻ. ഞാനത് FB ഇട്ടിരുന്നു. അന്ന് എനിക്ക് വന്ന കമന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14,000 ആയിരുന്നു. അപ്പൊ ഈ വെറും ഒരു 90-100 കിട്ടിയതാണ് ആ എഴുത്തിന് 14,000 വരുമെന്ന് പറഞ്ഞിട്ട് എത്രയോ ആൾക്കാർ അതിൽ ആകൃഷ്ടരായിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഏതോ ആൾക്കാർ എവിടെ ഇരുന്നിട്ട് എന്തിനോ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഈ പറയുന്ന 14,000 ഞാനൊന്നും വായിച്ചൊന്നുമില്ല, എന്നാലും നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മൾ കേൾക്കാത്ത വളരെ ആ രീതിയിലുള്ള ഭാഷകളൊക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അവർ എന്തിനാണ് അതിന് അങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. നമുക്ക് സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് മുൻധാരണ ഉണ്ടായിരുന്നു ഈ സിനിമ ഡീഗ്രേഡ് ചെയ്യപ്പെടും എന്നൊരു ധാരണ. കാരണം നമുക്ക് നിലവിലെ കുറച്ച് കാലങ്ങൾ ഇറങ്ങിയ സിനിമകളിലെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രൊമോഷന് ഒരുപാട് പങ്കെടുക്കുന്നുണ്ട്. അതുപോയിട്ട് നമുക്ക് ഈ മാമാങ്കത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ നേരത്തെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊക്കെ എന്തെങ്കിലും മുൻധാരണ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു, ഇത് ഡീഗ്രേഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്? സിനിമയുടെ ഒരു പ്രൊമോഷൻ ഇത് വലിയ സിനിമയാണെന്ന് പ്രൊമോട്ട് ചെയ്യാൻ ഇറങ്ങിയെന്നുള്ളത് ഡിഗ്രേഡ് ചെയ്യുന്നു പറഞ്ഞൊരു സിനിമ ഇറക്കാൻ പറ്റും. അങ്ങനെ ഒരു ധാരണ ഉണ്ടാവും. ഡിഗ്രേഡ് ചെയ്യപ്പെടാൻ വിചാരിച്ചൊന്നും പോയാലും വലിയ പടം എടുക്കില്ല, നമ്മൾ പ്രൊമോട്ട് ചെയ്യണ്ടേ, അതിനുവേണ്ടി പ്രൊമോഷൻ വന്നു. മമ്മൂക്കയുടെ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഇനിയും വരാൻ പലതും ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ ഒരു ചിത്രങ്ങൾ ബിഗ് ബഡ്ജറ്റ് മമ്മൂക്ക ചിത്രങ്ങളെ തകർക്കാനുള്ള ഇല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊജക്ടുകൾ ഓണാകാനുള്ള അത് നടക്കാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇന്റേണൽ പൊളിറ്റിക്സ് ഇതിന്റെ പുറകെ നടക്കുന്നുണ്ടോ? ഞാൻ തമാശ പറഞ്ഞാൽ നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഫൈൻഡ് ഔട്ട്. അതാണ് നിങ്ങളെ ചെയ്യാവുന്നൊരു വലിയ കുഞ്ഞാലി വരയ്ക്കാണ് നമ്മൾ കുഞ്ഞാലിമാർക്ക് എടുത്തില്ല. ഇല്ല ആ പ്രോജക്ട് ഡ്രോപ്പ് ചെയ്തു. എന്നെ ഇപ്പൊ എനിക്ക് സോഫാർ ഇപ്പൊ ഇല്ല, ഫ്യൂച്ചറിൽ എടുക്കാതിരിക്കാം. ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സാറിന് എന്താ പറഞ്ഞത്? ബോക്സ് ഓഫീസ് ട്വിറ്ററിലായിരിക്കും പറഞ്ഞു. അതുപോലെ കേരള പ്രൊഡ്യൂസേഴ്സ്, സത്യത്തിൽ ഇങ്ങനെ കേരള പ്രൊഡ്യൂസേഴ്സ് അങ്ങനെയുള്ള പേരിൽ ഉള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഐഡീസ് ഈ സോഷ്യൽ മീഡിയസിൽ വരുമ്പോൾ ഇത് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആധികാരികമായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇങ്ങനെയുള്ള സംഭവങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. ഒരുപാട് സാധാരണക്കാർ ഇത് തെറ്റിദ്ധരിക്കുന്നുണ്ട്, ഇത് ഒറിജിനൽ ആണോ എന്നുള്ളത്. അതിനെ പ്രൊഡ്യൂസേഴ്സ് എന്തോ ചെയ്തിട്ടുണ്ടോ? അതെ, അവർ ഓൾറെഡി കേസ് കൊടുത്തിട്ടുള്ളതാണ്. ഇതിന് മുന്നേ ന്യൂസ് പേപ്പറിൽ വന്നിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവർക്ക് കേസ് എടുക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇന്നലെ നമ്മളൊരു പ്രസ് മീറ്റിംഗിൽ അതിനെപ്പറ്റി വളരെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഏത് രീതിയിലാണ് പോകണമെന്നുള്ളതിന് ഒരു ഐഡിയന് ശേഷം ആണ് അവർ ട്വിറ്റർ അക്കൗണ്ട് പൂട്ടിയാക്കണത്. ഇനി അത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാനാണെന്ന് എനിക്കറിയില്ല. ഒരു സംശയം. അപ്പൊ സാധാരണ ഞാനിപ്പോ ഒരുപാട് പ്രൊഡ്യൂസർമാരെ നമ്മൾ ഈ മേഖലയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ ചോദിക്കുന്ന സംശയമാണ്, ഇവർക്കൊക്കെ ഈ കളക്ഷൻ റിപ്പോർട്ടുകൾ വരുന്നത് വളരെ ലേറ്റ് ആയിട്ടായിരിക്കും, പലയിടത്തുനിന്നും ശേഖരിച്ച് വരുന്നതും അത് വലിയൊരു പ്രോസസ്സാണ്. അതിന് ഒറ്റ ആളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ വരുമ്പോൾ അത് കളക്ഷൻ റിപ്പോർട്ട് പ്രൊഡ്യൂസറൊക്കെ ചോദിച്ചാൽ പോലും അറിയില്ല കൃത്യമായിട്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് കൃത്യമായ ഒരു ട്രാക്കിംഗ് സംവിധാനം മലയാള സിനിമയിൽ ഇല്ല, മൾട്ടിപ്ലക്സുകളിൽ അല്ലാതെ ട്രാക്കിംഗ് സംവിധാനം. അപ്പൊ പിന്നെ ഇതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഈ ട്രാക്കർമാർക്ക് മാത്രം ഈ കളക്ഷൻ റിപ്പോർട്ട്? അല്ലല്ല, പ്രൊഡ്യൂസർക്കുള്ള റിപ്പോർട്ട് രാത്രി കിട്ടും, മറ്റുള്ളവർക്ക് കിട്ടണ്ടല്ലോ. പ്രൊഡ്യൂസർമാർ കൊടുക്കുന്നതാണോ അതോ എങ്ങനെയാണ് ഇതിലേക്ക്? അങ്ങനെ അവർക്ക് എന്തെങ്കിലും രേഖാമൂലമായ തെളിവുകൾ ഇത് പറയും. നമുക്ക് സാധാരണ ഒരു കോമൺ ഇപ്പോൾ ചോദിക്കുന്ന കാര്യമുണ്ട്, നമുക്ക് ആ കുട്ടിയെ രക്ഷിച്ചുകൂടെ, സിനിമയിൽ ഒരു മാറ്റം വരുത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമായിരുന്നു എന്നൊരു നിഷ്കളങ്കമായ ചോദ്യമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അത് നിഷ്കളങ്കമായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ചരിത്രമല്ലേ അങ്ങനെയല്ല ഇതിന്റെ കഥ. അങ്ങനെ ആരും അതായത് ചാവേറുകളായി പോകുന്ന ആൾക്കാർ കൊല്ലപ്പെടുകയാണ്. അവസാനം വരെ കൊല്ലപ്പെടുകയാണ്. അവസാനത്തെ ചാവേറ് വേണമെങ്കിൽ ചന്തുണ്ണി ഒരു സ്മാരകമൊക്കെ ഉണ്ടോ? രക്ഷിക്കാമായിരുന്നു, പക്ഷെ രക്ഷിക്കാൻ അങ്ങനെയല്ലല്ലോ. എൻ്റെ അവിടുന്ന് അവർക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടി
അനുഗ്രഹം കിട്ടി ചാവേറാകുന്ന വെച്ചാൽ ഡൂ ഓർ ഡൈ. ചെയ്യാൻ പറ്റില്ലെങ്കിൽ മരിക്കുന്നത് മാത്രമല്ല ആ മൃതദേഹത്തിനെ ഭയങ്കരമായിട്ട് അവമാനിക്കുകയും ആനയെ കൊണ്ട് വലിപ്പിച്ച് മണിക്കണ്ണിലിട്ട് ചവിട്ടി അങ്ങനെയൊക്കെ ഉണ്ട്. അതിനൊക്കെ ഇവർ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. പോകണ്ട പോയിട്ട് കാര്യം എന്നുള്ളത് ഞാൻ പറയുന്നത്. പക്ഷേ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്, അതൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ അത് നമ്മുടെ ചരിത്രത്തോട് നീതി പുലർത്തുമ്പോൾ അത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വടക്കും വീരാതെയിൽ ചെറിയ മാറ്റം ചരിത്രമല്ലല്ലോ ഫോക്ലോ. പഴശ്ശിരാജ പഴശ്ശിരാജ എന്താ കുഴപ്പം? ആത്മഹത്യയാണ്. പല എങ്ങനെയാ? പക്ഷെ അതിന് പൂർണ്ണമായ പല അഭിപ്രായങ്ങളുണ്ട്. പഴശ്ശിരാജ ആത്മഹത്യയാണെന്ന് നിങ്ങളൊരു പക്ഷം പറയുന്നു, അല്ലാതെ പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഈ സിനിമ ശരിക്കും ഒരു മൃതദേഹം മാത്രമേ കണ്ടു. ചേച്ചാകാം വെടിവെച്ചാകാം. ന്യായം നമുക്കിവിടെ പറയാം. പക്ഷേ അങ്ങനെ വേണ്ടെന്ന് വിചാരിച്ചു. ഓരോരുത്തർക്കും ഓരോ വേർഷനല്ലേ, ഓരോ കാവ്യ സ്വാതന്ത്ര്യമുണ്ട്, പൊളിറ്റിക് ജസ്റ്റിസ് ഉണ്ട്. ഡയറക്ടറിനൊരു ക്വസ്റ്റ്യൻ, ഇത്തരത്തിലൊരു വലിയ സിനിമ സാറിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഈ ഒരു സിനിമ പകുതി വെച്ച് നിന്നു, ഒരു ആദ്യത്തെ ഡയറക്ടർ സജീവ് പിള്ളയ്ക്ക് ഇത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടിട്ട് താങ്കളിലൊക്കെ ഈ പടം എത്താനുള്ള ഒരു കോൺഫിഡൻസ് പ്രൊഡ്യൂസറിന് കിട്ടിയ താങ്കളുടെ എന്ത് ക്വാളിറ്റിയാണ് താങ്കൾ കാണുന്നത്? ഞാനല്ലോ പറയേണ്ടത്. പ്രൊഡ്യൂസർക്ക് എന്തുകൊണ്ടാണ് എന്നെ സിനിമ ഏൽപ്പിക്കാൻ തോന്നിയത് പ്രൊഡ്യൂസർ പറയണം. അത് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ പഴയ ഡയറക്ടറിന്റെ കാര്യമൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും പറയണ്ട. എല്ലാവർക്കും ഇപ്പൊ കേട്ട് എനിക്ക് ഓൾറെഡി മനഃപ്പാടമായിട്ടുള്ള കാര്യം. അപ്പൊ ഞാൻ അതിലോട്ട് പോകണില്ല. എന്തായാലും ഞാനൊരു സിനിമ എടുക്കാൻ തീരുമാനിച്ചു. നമ്മൾ അതിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും നടത്തി, നമ്മൾ ഷൂട്ടിങ് നടത്തി. പക്ഷേ ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിൽ, ഒരു പ്രൊഡ്യൂസർ, പൈസ മുടക്കുന്ന ആളെന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിച്ച പോലെ സിനിമ പോയില്ല. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുകയാണെങ്കിൽ അത് ഡയറക്ഷനിലാണ് പ്രശ്നം. ഡയറക്ടർ മാറ്റാൻ രക്ഷിതന്നു. ഡയറക്ടർ മാറ്റി. അതായത് മാറ്റാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. ഞാനത് ഉപയോഗിച്ചു. പിന്നെ അതിനുശേഷം വീണ്ടും എനിക്ക് സിനിമ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊരു ഡയറക്ടർ വേണം. അപ്പോൾ ഞാനന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ സിനിമ ചെയ്യാനായിട്ട് കേരളത്തിൽ ഒരു മലയാളി ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്കും എൻ്റെ ടീമുകൾക്കും ഏറ്റവും നല്ലതായിരിക്കും എന്ന് തോന്നിയതാണ് പെഗ്നോമാർ. ഞാൻ അങ്ങനെ പെഗ്നോമാർ തിരഞ്ഞെടുത്തു. അതാണ് എനിക്ക് സംഭവം. ഫസ്റ്റ് ഡേ കളക്ഷൻ എത്രയാണ്? 23.7 crore. അപ്പം ഇവിടുത്തെ എല്ലാ റെക്കോർഡ്സിനും തൂത്തുമായിരിക്കും. എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന ന്യൂസുകൾ ഇപ്പം ഞാനീ പറഞ്ഞ പോലും നിങ്ങൾ പലരും വിശ്വസിക്കേണ്ടാവില്ല. അതേപോലെ തന്നെ ഇതിന് മുന്നേ വന്നാക്കുന്ന സിനിമകളുടെയും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം ഇതിനൊന്നും ഒരു ആധികാരികമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയണം അങ്ങോട്ടും വിശ്വസിക്കണില്ല. ഇതിന് മുന്നേ ഇറങ്ങിയേക്കണ എല്ലാ ഫസ്റ്റ് ഡേ കളക്ഷൻ വരുമ്പോഴും ആൾക്കാർ പറയാറുണ്ട് അത് ശരിയല്ല, അത് കുറവാണ് പറയണത്, അല്ലെങ്കിൽ കൂടുതലാണ് പറയണത് പറയുന്നുണ്ട്. അപ്പം ഇതിനൊന്നും ഒരു കറക്റ്റായിട്ടുള്ള ഇതില്ല. വിശ്വസിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ടേബിൾ പ്രോഫിറ്റ് ഉൾപ്പെടെ എത്ര കരസ്ഥമാക്കി? പടം ലാഭത്തിലാണോ അതോ പടം ലാഭത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ലാഭത്തിലാണ്. ഞാനിതൊരു നല്ല രീതിയിൽ തന്നെ വേൾഡ് വൈഡ് പ്രീസെയിൽ ചെയ്തിട്ട് തന്നെയാണ് ഈ സിനിമയിലോട്ട് വന്നത്. ഞാനൊരു 30 വർഷമായിട്ട് പല രീതിയിൽ ബിസിനസ് ചെയ്യണ ഒരാളാണ്. അപ്പം എന്ത് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ ഒരു കണ്ണീർ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും വന്നു കഴിഞ്ഞിട്ട് മലയാളത്തിൽ എന്തെങ്കിലും ഒരു സിനിമ ചെയ്ത് നഷ്ടപ്പെട്ട് ഓടാനായിട്ട് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതിൻ്റെതായ എല്ലാവിധ കണക്കൂട്ടലും തന്നെയാണ് ഞാൻ സിനിമ ചെയ്താക്കുന്നത്. അതിൽ പല ആൾക്കാർക്കും ചിലപ്പോൾ വിഷമം ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ വളരെ ഹാപ്പിയാണ്. സിനിമ ഇറങ്ങുന്നതിന്റെ തലേ ദിവസം സജീവ് പിള്ളയുടെ കോടതി വന്നിരുന്നു. സജീവ് പിള്ളയുടെ പേര് ശങ്കർ രാമകൃഷ്ണന്റെ പേര് കഥയിൽ വരാൻ പാടില്ല എന്നുള്ളത്. എന്നിട്ട് സജീവ് പിള്ളയുടെ പേര് ചേർക്കണമെന്നുള്ളൊരു വിധി ഉണ്ടായിരുന്നു. പക്ഷെ അതിനെതിരെ ഇപ്പൊ വീണ്ടും കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് അത് ഒരു കോടതി അലക്ഷ്യമാണ്. അതായത് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി പറയാത്ത കാര്യം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ഇങ്ങനെയുള്ള ഈ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്ന കമ്പനികൾക്ക് ഇമെയിൽ ചെയ്യുക, അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ കൂടി പറയുക, ശങ്കർ രാമകൃഷ്ണന്റെ പേര് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറയുക. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ലാസ്റ്റ് മൊമെന്റിലുള്ള ഒരു ആവേശം കൊണ്ട് ചെയ്തായിരിക്കാം. അപ്പോൾ അതിന് ഇനിയുള്ള നിയമ നടപടികൾ അത് ആ ഇമെയിൽ അയച്ച ആൾ എന്തായാലും നേരിടേണ്ടി വരും. അതെന്തായാലും നമ്മൾ അതായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അതിനൊന്നും യാതൊരു ദാക്ഷിണ്യമില്ല. അപ്പോൾ മമ്മൂക്ക ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാളൊന്നും ഡ്യൂപ്ലിക്കേറ്റ് ഒന്നല്ല, ഒറിജിനൽ ആയിട്ടുള്ള വാളല്ല. അപ്പോൾ ഉണ്ണിയാണ് ഇതിന് മുമ്പ് കളരി വല്ലതും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഉണ്ണിയാണ് അങ്ങനെ എത്രത്തോളം റിസ്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യേണ്ടി വരുമ്പോൾ? ആദ്യമായിട്ടല്ലേ റിസ്ക് അല്ല, ഒരു ചലഞ്ചായിരുന്നു. ഇത് ഭയങ്കര സന്തോഷമായിരുന്നു വലിയൊരു സിനിമയുടെ ഭാഗമാകുന്നത്. എന്തെങ്കിലും അപകടങ്ങളോ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? സിനിമയിലൊക്കെ അപകടമൊക്കെ ഉണ്ടാകുന്നില്ല, അതൊന്നും നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ എന്താ ബസ്സിൽ പോകുമ്പോഴും കാറിൽ പോകുമ്പോഴും അപകടം ഉണ്ടാകും.
അതങ്ങനെ ആലോചിച്ചാൽ മതി. ഇറ്റ്സ് പാർട്ട് ഓഫ് ജോബ്. അതെ, താങ്ക് യു. ഓക്കെ, ഒരു കാര്യം ഡയറക്ടർ സാറിനോട് നേരെ ഒന്നും ചോദിക്കാൻ പറ്റില്ല. സാറേ, ഗ്രാഫിക്സിനെ കുറിച്ചൊരു മോശം ഇത് പറയുന്നുണ്ട്. നേരത്തെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ഡയറക്ടർ ആയതുകൊണ്ടാണ് ഒരു മോശം ഗ്രാഫിക്സ് ലഭിച്ചതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? ഗ്രാഫിക്സ് വേറെ ആളാണ്. ഡയറക്ടറുടെ ഒരു സാന്നിധ്യത്തിലാണ്. അല്ല, ഗ്രാഫിക്സിനെ പറ്റിയിട്ട് നമ്മൾ എല്ലാ സിനിമകളും ഇപ്പോൾ ബാഹുബലി എന്ന സിനിമയിൽ പോലും ഗ്രാഫിക്സിനെ പറ്റിയിട്ട് രണ്ടഭിപ്രായമുണ്ട്. പല ഏരിയകളും ഗ്രാഫിക്സിന് കുറേ കൂടെ സമയം കിട്ടിയതിൽ നമ്മൾ കുറേ കൂടെ നന്നായി ചെയ്യാമായിരുന്നു. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നത് 99% ഗ്രാഫിക്സ് പെർഫെക്റ്റ് ആണ്. കുറച്ച് പ്രശ്നമില്ലാത്തതുണ്ട്. അതല്ല നമ്മുടെ അല്ല നമ്മൾ ടോട്ടൽ ഗ്രാഫിക്സിന് ചെറിയ ഗ്രാഫിക്സ് നമുക്ക് ഉള്ളൂ. അതിനകത്ത് തന്നെ ഇവിടെ മറ്റേ ബാഹുബലി പോലെ വലിയ ഒരുപാട് ഗ്രാഫിക്സ് നമ്മൾ ചെയ്തിട്ടില്ല. ചെയ്തതിൽ തന്നെ എനിക്ക് കുറച്ച് പറയാനുള്ള അവിടെ ഇവിടെ ഉണ്ടാവാം. പക്ഷെ അത് സ്വാഭാവികം സംഭവിക്കണം. നമ്മളുടെ എക്സ്പീരിയൻസിന്റെ പ്രശ്നമാണ്. നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നു, നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, 100 കോടി ക്ലബ്ബ്, 50 കോടി ക്ലബ്ബ്, 500 കോടി ക്ലബ്ബ് ഇങ്ങനെ പറയുന്നതല്ല, 100 കോടി ജനങ്ങൾ കാണുന്നതിലാണ് എനിക്ക് ആഗ്രഹം. എന്റെ സിനിമകൾ അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എന്ത് ആഗ്രഹം പറഞ്ഞില്ല, ആഗ്രഹം ഒന്നും മാറ്റിയിട്ടില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കൊണ്ട് മാത്രമേ ഈ കാര്യങ്ങളുള്ളൂ. എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നന്നായി വരട്ടെ എല്ലാവരും. നിങ്ങൾക്ക് ഭയങ്കര അറിയുന്നുള്ളൂ.